വി അൻവറിന്റെ വോട്ടുനില ശ്രദ്ധിച്ചിരുന്നോ? അതുകൂടി UDF കിട്ടേണ്ടതായിരുന്നില്ല ശ്രീ VDS. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ 1+1 = 2 ആണ് കണക്കിൽ. പക്ഷെ രാഷ്ട്രീയത്തിൽ 1+1 അല്ലെങ്കിൽ 2+1 ഈസ് നോട്ട് ഈക്വൽ ടു 3 എപ്പോഴും ആയിക്കൊള്ളുന്നില്ല. രണ്ടും ഒന്നും കൂട്ടിയാൽ കണക്കിന് 3 കിട്ടും. പക്ഷെ രാഷ്ട്രീയത്തിലെ കണക്കിൽ രണ്ടും ഒന്നും കൂടി കൂട്ടിയാൽ ചിലപ്പോൾ 3 ആയിരിക്കില്ല. ഇത്രയും ഞാൻ പറയുന്നത്. അന്ന് താങ്കൾ പറഞ്ഞു ഒറ്റയ്ക്കെടുത്ത തീരുമാനം. പക്ഷെ എങ്കിൽ കൂടി ഇവിടെ ഒന്ന് ഭൂരിപക്ഷം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ താങ്കളായിരുന്നു ഏറ്റവും അധികം കല്ലേറ് കൊള്ളേണ്ടി വരിക. ഒരു സംശയവുമില്ല, താങ്കളുടെ ഒറ്റ തീരുമാനം എന്ന നിലയിലേക്ക് അത് വരുമായിരുന്നു. ഇപ്പോൾ അവിടെ ആ തീരുമാനം ഉറച്ച നിലപാടെടുത്തു. അതിനൊരു കൈയടി പലരും കൊടുക്കുന്നുമുണ്ട്. ഞാൻ ആ കൈയടിക്ക് അർഹനല്ല. കാരണം ഞാനല്ല തീരുമാനം എടുത്തത്, UDF ആണ് തീരുമാനം എടുത്തത്. അത് ദോഷകരമായി വന്നാൽ എന്നെയും കൊണ്ട് പോവാം എന്ന് കരുതിയിട്ടാണ് അത് എന്റെ നിലയിൽ കാര്യവെച്ചത്. ഇന്നും പലരും പ്രതീക്ഷിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. UDF തീരുമാനമാണ്. നിങ്ങൾക്ക് UDFിൽ നടക്കുന്ന കൺസൾട്ടേഷനെ കുറിച്ച്, കൂടിയാലോചനയെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കില്ല. അങ്ങനെ തീരുമാനം എടുക്കാനുള്ള ആളല്ല ഞാൻ എടുക്കാൻ പാടില്ലാത്ത ആളാണ് ഞാൻ. ഏറ്റവും നിങ്ങൾ UDFിലെ ഘടകകക്ഷികളോട് ഒറ്റയ്ക്ക് ഇടുമ്പോൾ ചോദിച്ചു നോക്കും. അവരോട് ആരോടെങ്കിലും, ചെറുതോ വലുതൊന്നുമില്ല, ആരോടെങ്കിലും ആലോചിക്കാതെ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടാണ് നിങ്ങൾ അവരോട് ചോദിച്ചു. ഏറ്റവും അവസാനം നിങ്ങൾ ഈ വിവാദമായ തീരുമാനങ്ങൾ പോലും ഞങ്ങൾ ഗൂഗിൾ മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനം ഞങ്ങളെടുത്ത് എന്നെ ചുമതലപ്പെടുത്തുവാണ്. എന്തു പറയണം, എങ്ങനെ പറയണം, ഞാൻ പറഞ്ഞതല്ല, ആ തീരുമാനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നു, ടീം UDFിന്റെ തീരുമാനം അങ്ങയോട് വിരോധമൊന്നും ഇല്ലെന്നാണ്